രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ രാധയുടെ പ്രണയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 165-ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടിയിരിക്കും. എല്ലാ ചൊവ്വാഴ്ചയുമാണ് രാധയുടെ പ്രണയം. ഉടൻ വരുന്നു ബുധനാഴ്ച ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ്, വ്യാഴാഴ്ച അഷ്ടപതി, വെള്ളിയാഴ്ച സൗന്ദര്യലഹരി. പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്, കേൾക്കുക. നേരിട്ട് വന്ന് എൻ്റെ അടുത്ത് പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഞാൻ കൊല്ലത്താണ്. ദൂരെയുള്ള ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും റീഫണ്ട് ആണെന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം, പഠിക്കാം. പിന്നെ അതുകൂടാതെ ജ്യോതിഷത്തെക്കുറിച്ചുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കേൾക്കുക എന്ന് മാത്രവുമല്ല, ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് 9645333999. അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ എന്നെ വിളിച്ചാലും മതി. നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അതിൻ്റെ മറുപടി നിങ്ങൾക്ക് കിട്ടും. ചിലപ്പോൾ ഇച്ചിരി സമയമെടുക്കുന്നേ ഉള്ളൂ, പക്ഷേ കിട്ടിയിരിക്കും. തികച്ചും സൗജന്യമായിരിക്കും. അതിനാരും ഒരു രൂപ പോലും ഫീസ് തരേണ്ടതായിട്ടില്ല. പിന്നെ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട്. അതേ കണക്ക് തന്നെ ശ്രീബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥയുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് മെസ്സേജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായി നിങ്ങൾ കേൾക്കണം. പിന്നെ രാധികാ കവചം 2 ഉണ്ട്, 2ഉം ഞാൻ പാടിയിട്ടിട്ടുണ്ട്, കേൾക്കുക. ഞാൻ പാടിയിട്ടുണ്ടെന്നല്ല, രാധികാ കവചം 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണപ്രിയ അത് അതിമനോഹരമായി പാടിയിട്ടുണ്ട്. രാധാ സഹസ്രനാമം കൃഷ്ണപ്രിയ പാടിയിട്ടുണ്ട്. അതേ കണക്ക് തന്നെ രാധാ മാനസതന്ത്രം വളരെ പ്രധാനമാണ് കേൾക്കണത്, അത് നമ്മുടെ അൽബ പാടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ
ഓ രാധേ രാധേ ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ രോഗങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം രാധയുടെ പ്രണയം 165ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് രാധാദേവിയുടെ കഥയിലൂടെ മറ്റൊരു കാര്യമാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. നോക്കൂ, 16ാം നൂറ്റാണ്ടിൽ അന്ധനായ ജന്മന അന്ധനായ ഒരു കവിയുണ്ട്, ഭക്തകവി സൂർദാസ്. ഈ സൂർദാസ് വല്ലഭാചാര്യരുടെ ശിഷ്യനായിരുന്നു. ഈ സൂർദാസ് ബ്രജ് ഭാഷയിലാണ് കവിതകൾ എഴുതിയിരുന്നത്. സൂർദാസ് എഴുതിയിരിക്കുന്ന കവിതകളെല്ലാം കൃഷ്ണന്റെ ബാലലീലകളും രാധാകൃഷ്ണ പ്രേമവുമാണ് അദ്ദേഹത്തിന്റെ കവിതാ വിഷയം എന്ന് പറയുന്നത്. ഈ സൂർദാസിന്റെ കവിതകളുണ്ടല്ലോ, അത് കൃഷ്ണൻ എന്തോരു ഇഷ്ടമാണെന്നറിയാമോ? സൂർദാസിനെയും കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത്, ഉടൻ തന്നെ എനിക്ക് രാധാറാണി ദർശനം തന്ന കഥ ഞാൻ നിങ്ങളടുത്ത് പറയുന്നതാണ്. അതുപോലെ രാധാ സഹസ്രനാമത്തിനായി കാത്തിരിക്കുക. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുള്ള രാധാ സഹസ്രനാമത്തിന്റെ വിശദീകരണമല്ല, നിരവധി കഥകളെല്ലാം ചേർത്ത് രാധാ സഹസ്രനാമം ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് ഞാൻ. അധികം താമസിയാതെ നിങ്ങളുടെ കയ്യിൽ രാധാ സഹസ്രനാമം എത്തുന്നതാണ്. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, അത് കാണാതെ പോകരുത്, വൻ നഷ്ടമാണത്. നിങ്ങൾക്കതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ നമ്പർ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്നെ നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയക്കുകയോ ചെയ്താൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. നിങ്ങൾ അതും കൂടെ കേൾക്കണം. അപ്പോൾ കേട്ടുകൊള്ളൂ. അപ്പോൾ ഈ സൂർദാസ് ദില്ലിക്കടുത്താണ് ജനിച്ചത്, ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഒരു ദരിദ്ര കുടുംബത്തിലാണ് സൂർദാസ് ജനിച്ചത്. അപ്പോൾ ഈ സൂർദാസ് ജന്മനാ തന്നെ അന്ധനാണ്, ജന്മനാ തന്നെ കണ്ണു കാണാൻ പറ്റത്തില്ല. സ്വന്തം മാതാപിതാക്കൾ പോലും ഇദ്ദേഹത്തിൻ്റെ അന്ധത ഒരു ഭാരമായിട്ടെടുത്ത് അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുകയാണ് ചെയ്തത്. അന്ധനായ സൂർദാസ് ഞങ്ങൾക്കൊരു ഭാരമാണെന്ന രീതിയിലാണ് സ്വന്തം മാതാപിതാക്കൾ പോലും പെരുമാറിയിരുന്നത്. ഈ പേര് തന്നെ അങ്ങനെ, സൂർ എന്ന് പറഞ്ഞാൽ അന്ധൻ എന്നാണ് അർത്ഥം. സൂർ എന്ന് പറഞ്ഞാൽ അന്ധൻ എന്നാണ് അർത്ഥം. അപ്പം സ്വന്തം മാതാപിതാക്കൾ പോലും പലപ്പോഴും അദ്ദേഹത്തെ പരിഹസിക്കുമായിരുന്നു. അന്ധനായ സൂർദാസിനെ വേദം പഠിപ്പിക്കാൻ ആരും തയ്യാറായില്ല, ആർക്കും ഒരു താല്പര്യം ഉണ്ടായില്ല സൂർദാസിന് വേദം പഠിപ്പിക്കാൻ. സൂർദാസിനാകട്ടെ വേദങ്ങൾ പഠിക്കാൻ വലിയ ആഗ്രഹവുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം ഈ നാട് ചുറ്റി പാട്ടും പാടി നടക്കുന്ന ഒരു പറ്റം ആൾക്കാര് സൂർദാസ് താമസിക്കുന്ന ഗ്രാമത്തിൽ വന്നെത്തി. അപ്പൊ സൂർദാസ് എന്ത് ചെയ്തു? പതുക്കെ അവരുടെ കൂടങ്ങ് കൂടി. അപ്പം അവരുടെ കൂടങ്ങ് കൂടുകയും അവരുടെ കൂടെ എന്ത് ചെയ്തു? ഈ ഗ്രാമം വിട്ടു പോവുകയും ചെയ്തു. അങ്ങനെ പോയി ഒരു തടാകത്തിനടുത്ത് അവര് തമ്പടിച്ച് അപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് സൂർദാസ് അന്ധനാണെന്ന് മനസ്സിലാക്കുന്നത്. അവരവിടെ ഇരുന്ന് ഭജന പാടി. എന്നിട്ട് പിറ്റേന്ന് ഈ സൂർദാസിനെ കൂടെ കൊണ്ടുപോയാൽ തങ്ങൾക്കൊരു ഭാരമാകുമെന്ന് കരുതിയിട്ട് അവരെന്തു ചെയ്തു? സൂർദാസ് ഉണരുന്നതിന് മുമ്പേ അവിടെ നിന്നങ്ങ് പോയി. അപ്പോൾ സൂർദാസ് ഉണർന്നപ്പോൾ അവിടെ ആരുമില്ല, വല്ലാതെ വിഷമിച്ചു. പക്ഷെ ഒരു കാര്യം, ഇവരുടെ കൂടെ ഇരുന്നപ്പോൾ ഭജന അവര് പാടി കൃഷ്ണനെ കുറിച്ചുള്ള. അപ്പൊ ആ ഭജന ആർക്ക് കിട്ടി? ഭയങ്കര ബുദ്ധിശക്തിയാണ്. ഒരു തവണ കേട്ടാൽ മതി, അത് അപ്പോഴേ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ എന്തു ചെയ്തു? അദ്ദേഹം
അവിടെ ഇരുന്നു കൊണ്ട് കൃഷ്ണനെ കുറിച്ചുള്ള ഭജനകൾ ഇങ്ങനെ പാടാനായിട്ട് തുടങ്ങി. അപ്പൊ ആൾക്കാരൊക്കെ പതുക്കെ പതുക്കെ സൂർദാസിന്റെ അടുത്ത് വരാൻ തുടങ്ങി. അവര് സൂർദാസിന് കഴിക്കാനുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പതുക്കെ കുറെ കഴിഞ്ഞപ്പോൾ സൂർദാസ് വിചാരിച്ചു, ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് വൃന്ദാവനത്തിൽ പോകണം. കാരണം അവിടെ ഒരു പറ്റം സന്യാസിമാര് വന്നു. അവരുടെ പക്കൽ നിന്ന് വൃന്ദാവനത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ സൂർദാസ് കേട്ടു. അതുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് സൂർദാസ് യാത്രയായി. അന്ധനാണ്, തപ്പിയും പടഞ്ഞുമാണ് പോകുന്നത്. പക്ഷേ കൃഷ്ണഗീതികൾ പാടിയാണ് ആര് പോകുന്നത്? സൂർദാസ് പോകുന്നത്. സൂർദാസിന് കുറേയൊക്കെ കൃഷ്ണഭക്തി ഗാനങ്ങൾ, ഭജനകൾ സൂർദാസ് രചിക്കുകയും ചെയ്തു. അങ്ങനെ രചിച്ച് വൃന്ദാവനത്തിന്റെ അടുക്കൽ എത്തി. അപ്പൊ അവിടെ ഒരു കൊച്ചു കുടില്, ആൾക്കാരെല്ലാരും കൂടെ ചേർന്ന് ഒരു കൊച്ചു കുടിലൊക്കെ കെട്ടിക്കൊടുത്തു. ഒരു ഒറ്റക്കമ്പി വീണയും പാടാനായിട്ട് നൽകി. അപ്പൊ വൃന്ദാവനം എത്തിയില്ല, വൃന്ദാവനത്തിലേക്കുള്ള യാത്രയാണ്. ആ സമയത്ത് നമ്മുടെ വല്ലഭാചാര്യർ അവിടെ എത്തി, ഇദ്ദേഹത്തിന്റെ ഗുരു. അപ്പൊ വല്ലഭാചാര്യര് സൂർദാസിനോട് പറഞ്ഞു, ഒരു പാട്ട് പാടിത്തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സൂർദാസ് തൻ്റെ വിഷമങ്ങളെല്ലാം ചേർത്തിട്ട് അത് കൃഷ്ണന്റെ ഇതിലാക്കി മാറ്റിയിട്ട് അതിമനോഹരമായ ഒരു കൃഷ്ണഭക്തി ഗാനം പാടി. അത് കേട്ട് വല്ലഭാചാര്യര് അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ ഇനിയും ശ്രീകൃഷ്ണന്റെ കഥകൾ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ സൂർദാസ് പറഞ്ഞു, നോക്കൂ, എനിക്കങ്ങനെ വിദ്യാഭ്യാസമില്ല, ഞാൻ വേദങ്ങൾ പഠിച്ചിട്ടില്ല, എനിക്ക് അങ്ങ് ദയവ് ചെയ്ത് കൃഷ്ണ കഥകൾ പറഞ്ഞു തരാമോ? അങ്ങനെ കൃഷ്ണ കഥകൾ പറഞ്ഞു തരുമെങ്കിൽ ഞാൻ പാടാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ വരൂ, നീ എന്നോടൊപ്പം തന്നെ നീ വരൂ, നിന്നെ ഞാൻ കൃഷ്ണ കഥകൾ പറഞ്ഞു കേൾപ്പിക്കാം. അങ്ങനെ എന്തു ചെയ്തു? വല്ലഭാചാര്യരാണ് ഈ കൃഷ്ണ കഥകളൊക്കെ നമ്മുടെ സൂർദാസിന് പറഞ്ഞു കൊടുത്തത്. ഇതെല്ലാം കഴിഞ്ഞ് കഥകളെല്ലാം കേട്ടപ്പോൾ സൂർദാസ് പറഞ്ഞു, എന്നെ അങ്ങ് ശിഷ്യനാക്കണം, എനിക്കങ്ങ് ദീക്ഷ തരണം, മന്ത്രദീക്ഷ തരണം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ. അങ്ങനെ വല്ലഭാചാര്യർ അത് സമ്മതിച്ചു. അതിനുശേഷമാണ് ഈ സൂർദാസിനെ അദ്ദേഹം ഗോവർദ്ധനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗോവർദ്ധനത്തിലെ കൃഷ്ണ മന്ദിരത്തില് ഗായകനായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. ഈ നിയമിച്ചത് ആരാണ്? നമ്മുടെ വല്ലഭാചാര്യരുടെ നിർദ്ദേശപ്രകാരം ഗോവർദ്ധനത്തിലെ കൃഷ്ണ മന്ദിരത്തിൽ ഗായകനായി നിയമിച്ചു. ആ സ്ഥലമാണ് ഇന്ന് നമ്മൾ വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ ശ്രീനാഥ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ സൂർദാസിന്റെ പാട്ട് ഇങ്ങനെ പ്രശസ്തമാകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ പ്രശസ്തി നമ്മുടെ അക്ബർ ചക്രവർത്തിയുടെ കാതുകളിലും ചെന്നുപെട്ടു. അപ്പോൾ അക്ബർ ചക്രവർത്തി അദ്ദേഹം താൻസനോട് പറഞ്ഞു, തൻ്റെ അവിടുത്തെ കൊട്ടാരത്തിലെ ആസ്ഥാന ഗായകനാണ്. അപ്പൊ താൻസനോട് പറഞ്ഞു, അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അപ്പോൾ സൂർദാസിന്റെ അടുക്കൽ ചെന്നപ്പോൾ സൂർദാസ് പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ കൃഷ്ണന്റെ ആസ്ഥാന മണ്ഡപത്തിൽ മാത്രമേ പാടൂ. എൻ്റെ ആസ്ഥാന മണ്ഡപവും എൻ്റെ ലോകവും എല്ലാം ശ്രീകൃഷ്ണനാണ്. ഞാൻ എങ്ങോട്ടേക്കും പോവുകയില്ല, തിരുമനസ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ താൻസൻ പറഞ്ഞു, ഒരു രക്ഷയുമില്ല, സൂർദാസിന്റെ പാട്ട് കേൾക്കണമെങ്കിൽ അവിടെ പോണം. അങ്ങനെ അക്ബർ ചക്രവർത്തി താൻസനോടൊപ്പം സൂർദാസ് ഇരിക്കുന്നിടത്ത് ചെന്നു. അവിടെ ചെന്ന് ഇദ്ദേഹത്തിന്റെ പാട്ടങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ അക്ബർ ചക്രവർത്തി കോരിത്തരിച്ചു പോയി. ആ അക്ബർ ചക്രവർത്തി തുളസീദാസിനെ നമസ്കരിച്ചിട്ടാണ് തിരിച്ചു പോയത്. സൂർദാസിനെ നമസ്കരിച്ചിട്ടാണ് തിരിച്ചു പോയത്. ഈ സമയത്ത് പ്രശസ്തനായ രാമചരിത മാനസം എഴുതിയ തുളസീദാസും വന്നു. ഈ തുളസീദാസും ആരുടെ അനുഗ്രഹം തേടി? നമ്മുടെ സൂർദാസിന്റെ അനുഗ്രഹം തേടി. അപ്പം ഈ തുളസീദാസ് വന്നപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങയെപ്പോലെ പണ്ഡിതനല്ല. അപ്പോൾ പറഞ്ഞു, പാണ്ഡിത്യമല്ല പ്രശ്നം, ഭക്തിയാണ് പ്രശ്നം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ കവിത എഴുതിയാണ്.
അപ്പൊ ആ കവിത 1,00,000 വരെ കവിഞ്ഞു. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം നമ്മുടെ സൂർദാസ് കിണറ്റിൽ വീണു. കിണറ്റിൽ വീണിട്ട് 7 ദിവസം സൂർദാസ് കിണറ്റിൽ ഇങ്ങനെ കിടന്നു. പക്ഷേ സൂർദാസിന് ഒന്നിനും ഒരു പരിഭവമില്ല. ആ കിണറ്റിൽ കിടന്ന് നമ്മുടെ സൂർദാസ് കൃഷ്ണഭക്തി ഗാനങ്ങൾ ഇങ്ങനെ ആലപിക്കുകയാണ്. ആ സമയത്തൊരു കുട്ടി വന്ന് കയറിട്ട് പിന്നെ ഇദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷിച്ചു. ആ കുട്ടിയെ പിന്നെ ആരും കണ്ടിട്ടില്ല. അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് സൂർദാസ് ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പം കൃഷ്ണന് ഈ സൂർദാസിനോടുള്ള സ്നേഹമൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് രാധാറാണി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം ഈ ദിവസം രാധാറാണി കൃഷ്ണനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് സൂർദാസിനെ രക്ഷിച്ചത്? 7 ദിവസം സൂർദാസിനെ ആ കിണറ്റിലിട്ടത് എന്തുകൊണ്ടാണ്? സൂർദാസ് വീണ സമയത്ത് തന്നെ അങ്ങേക്ക് രക്ഷിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ വീഴാതെ നോക്കിക്കൂടായിരുന്നോ? ഈ വീണതിൻ്റെ അന്ന് രക്ഷിക്കാതെ 7 ദിവസം എന്തിന് കാത്തിരുന്നു? കൃഷ്ണന് പിന്നെ ഒരു കള്ളച്ചിരി ഉണ്ടല്ലോ. ഈ കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് കൃഷ്ണൻ പറഞ്ഞു, നോക്കൂ, നന്നായി പരീക്ഷിച്ചു വേണം എനിക്ക് എൻ്റെ ഭക്തനെ സ്വീകരിക്കുവാൻ. അവൻ ആ കിണറ്റിൽ വീണുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ടും അവൻ എന്നെ രക്ഷിക്കണേ എന്നല്ല പറയുന്നത്, എൻ്റെ ഗാനങ്ങൾ ആലപിക്കുകയാണ്. ഇവൻ ഇത് എത്ര ദിവസം ഇങ്ങനെ ചെയ്യും? കുറച്ചു ദിവസം കഴിയുമ്പോൾ ഭഗവാൻ രക്ഷിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞു മടുത്ത് ഭഗവാനെ കുറ്റപ്പെടുത്തുമോ എന്നറിയണം. പക്ഷേ സൂർദാസ് ആകട്ടെ രാധയെ അവന് വിശപ്പും ബാധിക്കുന്നില്ല, ദാഹവും ബാധിക്കുന്നില്ല. അവന് കിണറാണോ കരയാണോ കടലാണോ ഒന്നും അവനൊരു വിഷയമല്ല. അവന് കൃഷ്ണഭക്തി ഗാനം പാടിയാൽ മാത്രം മതി. അതോടുകൂടി എനിക്ക് ഉറപ്പായി അവൻ കഠിനനായ ഭക്തനാണ്. അതുകൊണ്ടാണ് രാധേ ഞാൻ സൂർദാസിനെ രക്ഷിച്ചത്. അപ്പൊ രാധ പറഞ്ഞു, എന്തായാലും എനിക്ക് ഈ സൂർദാസിനെ ഒന്ന് കാണണം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, രാധേ നീ ഒരിക്കലും സൂർദാസിന്റെ അടുക്കലേക്ക് പോകരുത്, ഒരു കാരണവശാലും സൂർദാസിന്റെ അടുക്കലേക്ക് പോകരുത്. അപ്പൊ രാധാറാണി ചോദിച്ചു, അതെന്താ സൂർദാസിന്റെ അടുക്കലേക്ക് പോകരുത്? നീ സൂർദാസിന്റെ അടുക്കലേക്ക് പോകരുത് രാധേ. അപ്പൊ രാധാറാണി വിചാരിച്ചു, എന്നാലും അതെന്താ, ഞാൻ സൂർദാസിന്റെ അടുക്കൽ പോകരുതെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? രാധാറാണി വിചാരിച്ചു, ഒന്ന് പോയിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ ഒരു ദിവസം രാധാറാണി പതുക്കെ നമ്മുടെ സൂർദാസിന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പൊ സൂർദാസ് ആ പാദപതന ശബ്ദം കേട്ടു, ആ ചിലങ്കയുടെ ശബ്ദം കേട്ടു. സൂർദാസിന് മനസ്സിലായി. സൂർദാസ് മനസ്സിൽ പറഞ്ഞു, ശ്രീരാധ വരികയാണ്. അപ്പോൾ സൂർദാസ് മനസ്സിൽ ജപിച്ചു, ശ്രീരാധേ 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 ശ്രീരാധേ. ശ്രീരാധ അവിടെ വന്നിട്ട് ശ്രീരാധ മയത്തിൽ വിളിച്ചു, സൂർദാസേ, ഒരു നിമിഷത്തിന്റെ പകുതി പോലും വേണ്ടി വന്നില്ല. രാധാറാണി പോലും ഞെട്ടിത്തരിച്ചു പോയി. ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സൂർദാസ് രാധാറാണിയുടെ കാലിലണിഞ്ഞ ചിലങ്ക തട്ടിപ്പറിച്ചിഞ്ഞെടുത്ത് ഊരിഞ്ഞ് വേഗത്തിൽ അങ്ങ് എടുത്തു കഴിഞ്ഞു. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അന്ധനായ സൂർദാസ് ആ ചിലങ്ക ലക്ഷ്യം വെച്ചുകൊണ്ട് പെട്ടെന്നായിരുന്നു തട്ടി അതങ്ങ് ഊരിയെടുത്തത്. അപ്പോൾ രാധാറാണി പറഞ്ഞു, നീ എനിക്ക് എൻ്റെ ചിലങ്ക തിരിച്ചു താ. അപ്പോൾ പറഞ്ഞു, ഞാൻ തിരിച്ചു തരില്ല ചിലങ്ക. രാധാറാണി അങ്ങ് വിഷമിച്ചു. രാധാറാണി പറഞ്ഞു, എനിക്ക് ചിലങ്ക ഇല്ലാതെ ഞാൻ എങ്ങനെ പോകും പിന്നെ ഗോലോകത്തേക്ക്? ഒന്നെൻ്റെ ചിലങ്ക തിരിച്ചു താ. അപ്പോൾ പറഞ്ഞു, നിങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥ എന്നതിന് എന്താണ് തെളിവ്? ഞാൻ എങ്ങനെ അറിയും നിങ്ങളാണ് യഥാർത്ഥ ഉടമസ്ഥയെന്ന്? അപ്പോൾ പറഞ്ഞു, ഞാൻ തന്നെയാണ്, പക്ഷെ അത് എനിക്കറിയില്ലല്ലോ. ഇതിൻ്റെ യഥാർത്ഥ ഉടമ ആരെന്ന് വെച്ചാൽ വരട്ടെ.
അപ്പൊ രാധാറാണി വല്ലാതെ അങ്ങ് വിഷമിച്ചു. ഇപ്പം രാധാറാണിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കൃഷ്ണൻ പോകരുതേ എന്ന് പറഞ്ഞത്. അപ്പോൾ രാധാറാണി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, ഞാൻ സൂർദാസിന് കാഴ്ച നൽകാൻ പോവുകയാണ്. കൃഷ്ണ, ഞാൻ സൂർദാസിന് കാഴ്ച നൽകാൻ പോവുകയാണ്. അവൻ എന്നെ കാണട്ടെ. അപ്പൊ ശ്രീകൃഷ്ണൻ പറഞ്ഞു, കാത്തു നിൽക്കൂ രാധേ, അവൻ നമ്മളെ ഒന്നിച്ചു കാണട്ടെ. രാധാകൃഷ്ണ ദർശനത്തിനായി പുണ്യം ചെയ്തവനാണ് സൂർദാസ്. ഞാൻ വരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കൃഷ്ണൻ അവിടെ എത്തി. അപ്പൊ രാധാറാണി സൂർദാസിന്റെ കണ്ണുകളിൽ പതുക്കെ തലോടി. ഇത്രയും ശീതളമായ ഒരു സ്പർശം, ഇത്രയും ശീതളമായ ഒരു സ്പർശം സൂർദാസ് അനുഭവിച്ചിട്ടില്ല. ആ തലോടിക്കഴിഞ്ഞ നിമിഷം കണ്ണ് തുറന്നു നോക്കിയപ്പോൾ സൂർദാസ് കാണുകയാണ്. കോടാനുകോടി ജന്മങ്ങൾ തപസ്സിരുന്നാൽ പോലും കിട്ടാത്ത രാധാകൃഷ്ണ ദർശനം. രാധയും കൃഷ്ണനും ഒന്നിച്ചു നിൽക്കുന്നു. ചിലർ തപസ് ചെയ്ത് കൃഷ്ണനെ മാത്രം പ്രത്യക്ഷപ്പെടുത്തും, ചിലർ രാധാജിയെ പ്രത്യക്ഷപ്പെടുത്തും. രാധാകൃഷ്ണന്മാർ ഒന്നിച്ചു വന്നു നിൽക്കുന്നു. ശ്രീരാധേ 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 ശ്രീരാധേ. സൂർദാസ് ശ്രീ രാധാറാണിയുടെ പാദങ്ങളിൽ വണങ്ങി. അതേ, ആദ്യം വണങ്ങേണ്ടത് മാതാവിനെയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും മനസ്സിലാക്കുക. അച്ഛനും അമ്മയും മുമ്പിൽ നിന്നാൽ ആദ്യം വണങ്ങേണ്ടത് അമ്മയാണ്. സൂർദാസ് രാധാറാണിയുടെ പാദങ്ങളിൽ വീണു. ശ്രീരാധേ 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 ശ്രീരാധേ. രാധാറാണി ഒരു കുഞ്ഞിനെ എന്ന വണ്ണം സൂർദാസിനെ ഇങ്ങനെ കോരിയെടുത്തു. എഴുന്നേൽക്കൂ സൂർദാസേ, എഴുന്നേൽക്കൂ സൂർദാസേ. കൃഷ്ണൻ പുഞ്ചിരി തൂവി നിന്നു. അപ്പോൾ സൂർദാസ് കൃഷ്ണ ഭഗവാന്റെ കാൽക്കൽ വീണു. ഭഗവാനേ, രാധാകൃഷ്ണ, ഭഗവാനേ, രാധാകൃഷ്ണ, എത്ര പുണ്യം ചെയ്തവനാണ് ഞാൻ, എത്ര പുണ്യം ചെയ്തവനാണ് ഞാൻ. അപ്പോ കൃഷ്ണൻ പറഞ്ഞു, സൂർദാസേ, നീ എനിക്ക് വേണ്ടി കവിതകൾ എഴുതി, നിനക്ക് ദർശനം തന്നാള് ദാ നിൽക്കുന്നു. രാധയാണ്, രാധയാണ്, അവളെയാണ് നീ വന്ദിക്കേണ്ടത്. അപ്പോൾ സൂർദാസ് കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, അമ്മേ, എനിക്ക് കാഴ്ച തന്ന എൻ്റെ അമ്മേ, ഞാൻ തൃപ്തനായി, ഞാൻ തൃപ്തനായി അമ്മേ, ഞാൻ തൃപ്തനായി. രാധാറാണിയും ശ്രീകൃഷ്ണനും സൂർദാസിനെ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പൊ രാധാറാണി പറഞ്ഞു, മകനെ, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നിനക്കെന്ത് വരമാണ് വേണ്ടത് ചോദിച്ചുകൊള്ളൂ. നീ എന്തു ചോദിച്ചാലും ഞാൻ നിനക്ക് തരുന്നതായിരിക്കും. അപ്പോൾ സൂർദാസ് പറഞ്ഞു, എനിക്കൊരേ ഒരു വരം മതി, എനിക്കൊരേ ഒരു വരം മതി. ശ്രീരാധേ ശ്രീരാധേ ശ്രീരാധേ. അപ്പൊ രാധാറാണി പറഞ്ഞു, എന്ത് വരമാണ്? സൂർദാസ് ചോദിച്ച വരം കേട്ട് കൃഷ്ണനും രാധാറാണിയും ഞെട്ടിത്തെരിച്ചു നിന്നു. ഒരുപാട് പേർക്ക് വരം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് പേർക്ക് വരം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വരം, ഇങ്ങനത്തെ ഒരു വരം ഇതാദ്യമാണ്, ഇതാദ്യമാണ്. സൂർദാസ് പറഞ്ഞത് ഇതാണ്, എനിക്കൊരു വരം തരണം, എനിക്കൊരു വരം തരണം. രാധാറാണി പറഞ്ഞു, ചോദിക്കൂ മകനെ, ചോദിക്കൂ മകനെ. സൂർദാസ് പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ എനിക്ക് തരണം, എനിക്ക് തരണം. രാധാറാണി പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, നിനക്ക് തന്നിരിക്കും. അങ്ങനെയെങ്കിൽ അമ്മേ, എനിക്ക് തന്ന ഈ കാഴ്ചശക്തി തിരിച്ചെടുക്കൂ. അക്ഷരാർത്ഥത്തിൽ രാധാറാണി ഞെട്ടിപ്പോയി, അക്ഷരാർത്ഥത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഞെട്ടിപ്പോയി. രാധാറാണി പറഞ്ഞു, നീ എന്താണ് ഈ പറയുന്നത് മകനെ?
അതേ അമ്മേ, അതേ അമ്മേ, എനിക്ക് കാഴ്ചയില്ലായിരുന്നു, ജന്മനാ കാഴ്ചയില്ലായിരുന്നു. എനിക്ക് കാഴ്ച തന്നത് എൻ്റെ അമ്മയാണ്, കരുണാമയിയായ എൻ്റെ അമ്മ, കരുണാമയിയായ എൻ്റെ അമ്മ. ഞാൻ സ്തുതിച്ചത് മുഴുവനും കൃഷ്ണ ഭഗവാനെയാണ്. പക്ഷേ അമ്മേ, അമ്മേ രാധാറാണി, അമ്മേ രാധാറാണി, എന്നിൽ കനിഞ്ഞു അമ്മേ, എന്നിൽ കനിഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് ആദ്യം കണ്ടത് എൻ്റെ അമ്മയെ, പിന്നെ എൻ്റെ അച്ഛനായ ശ്രീകൃഷ്ണ ഭഗവാനെ, രാധാകൃഷ്ണന്മാരെയാണ് ഞാൻ കണ്ടത്. അമ്മേ രാധാറാണി അമ്മേ, അമ്മേ രാധാറാണി അമ്മേ, അമ്മയെ കണ്ട ഈ കണ്ണുകൾ കൊണ്ട് എനിക്കിനി പ്രപഞ്ചത്തിലെ ഒന്നും കാണണ്ട, എനിക്കിനി പ്രപഞ്ചത്തിലെ ഒന്നും കാണണ്ട, എനിക്ക് ഈ പ്രപഞ്ചത്തിലെ യാതൊന്നും കാണണ്ട. ഈ പ്രപഞ്ചത്തിലെല്ലാം, ഈ പ്രപഞ്ചത്തിലെ എന്ത് കണ്ടാലും എൻ്റെ അമ്മ, എൻ്റെ അമ്മയുടെ കാഴ്ചയ്ക്ക് തുല്യമാകില്ല. അതൊക്കെ നശിച്ചു പോകുന്നത്. എനിക്കിനി വേറൊന്നും വേണ്ട. എൻ്റെ ഹൃദയത്തിലും ഈ കണ്ണുകൾ കാഴ്ച പോയാലും ആ കണ്ണുകളിൽ അമ്മയുടെ രൂപമുണ്ട്. എൻ്റെ രാധാറാണി അമ്മേ, എൻ്റെ രാധാറാണി അമ്മേ, എൻ്റെ രാധാറാണി അമ്മേ, എൻ്റെ അമ്മയെ കണ്ട കണ്ണുകൾ കൊണ്ട്, എൻ്റെ അമ്മയെ കണ്ട കണ്ണുകൾ കൊണ്ട് എനിക്കിനി ലോകം കാണണ്ട, എനിക്കിനി ലോകത്തൊന്നിനെയും കാണണ്ട. കാഴ്ചശക്തി തിരിച്ചെടുക്കൂ അമ്മേ, കാഴ്ചശക്തി തിരിച്ചെടുക്കൂ അമ്മേ, കാഴ്ചശക്തി തിരിച്ചെടുക്കൂ അമ്മേ. ശ്രീരാധേ, ശ്രീരാധേ. രാധാറാണി പറഞ്ഞു തഥാസ്തു, തഥാസ്തു, തഥാസ്തു. ഈ സൂർദാസ് ഒടുവിൽ ഗോലോകം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ഒരു വീഡിയോ ഇറക്കുന്നതാണ്. അതേ സൂർദാസിന്റെ കാഴ്ചശക്തി തിരിച്ചെടുത്തിട്ട് രാധാറാണിയും കൃഷ്ണനും ഗോലോകത്തേക്ക് പോവുകയാണ്. ശ്രീരാധേ, 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 ശ്രീരാധേ. ഇനി നമുക്ക് രാധയുടെ പ്രണയം നേരത്തെ നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ കണ്ടു ഭീമസേനൻ ജലന്ധരയെ ഇങ്ങനെ പിന്തുടർന്ന് വന്നപ്പോൾ കാണാം ഒരാള് മരത്തിന്റെ നിഴലിൽ നിന്ന് മാറി മാറി പോകുന്നത് കണ്ടു. ഭീമസേനൻ അയാളുടെ പുറത്തേക്ക് ചാടി വീഴുകയായിരുന്നു. ചാടി വീണ് അയാളെ കീഴ്പ്പെടുത്തി നിലത്തിട്ടിട്ട് അയാളുടെ നെഞ്ചത്ത് കയറിയിരുന്നു. ചോദിച്ചു, നീ ആരാണ്, നീ ആരാണ്? സത്യം പറയണം, സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. അപ്പൊ അയാൾ പറഞ്ഞു, എന്നെ കൊല്ലാൻ ഒരാളുടെ അനുവാദം വേണം. ആ ആളിന്റെ അനുവാദമില്ലാതെ അല്ലയോ വൃഗോദര രാജാവേ, നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഭീമസേനൻ ഒന്ന് നടുങ്ങിപ്പോയി. എന്ത്, ഒരാളുടെ അനുവാദമോ? നിന്നെ കൊല്ലുന്നതിന് ഈ ഭീമസേനൻ അനുവാദമോ? അതെ, എൻ്റെ രാജ്ഞിയുടെ അനുവാദമില്ലാതെ നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആരാണ് നിന്റെ രാജ്ഞി? രാധ, രാധ, ബർസാനയിലെ കിരീടം വെക്കാത്ത രാജ്ഞി ശ്രീരാധ, ശ്രീരാധ. ഭീമസേനൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. എന്ത്, ശ്രീരാധയോ? നീ ശ്രീരാധയുടെ അടുത്തു നിന്നാണോ വരുന്നത്? നീ വൃന്ദാവനത്തിൽ നിന്നാണോ വരുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, അതെ, ഞാൻ വൃന്ദാവനത്തിൽ നിന്നാണ് വരുന്നത്. നീ എന്തിനാ വന്നത്? ഞാൻ അങ്ങയെ തിരക്കിയാണോ വന്നത്? എന്നെ തിരക്കിയോ? എന്തിനാണ് നീ എന്നെ തിരക്കി വന്നത്? അപ്പോൾ പറഞ്ഞു, അങ്ങയെ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാൻ. എന്ത് കാര്യം? അതിനാദ്യം ഈ നെഞ്ചത്തു നിന്ന് എഴുന്നേറ്റ് എന്നെ നിൽക്കാൻ അനുവദിക്ക്. അപ്പൊ ഭീമസേനൻ എഴുന്നേറ്റിട്ട് അയാളെടുത്ത് പറഞ്ഞു, നീയും എഴുന്നേക്കൂ, എഴുന്നേറ്റിട്ട് പറയൂ എന്താ കാര്യം. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ ജീവിതം ഇനിതാ 1 or 2 ദിവസം, പൗർണമി ദിവസം, 3-ാം ദിവസം പൗർണമി ദിവസം അങ്ങയുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. ഭീമസേനൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? അതേ,
രാധാറാണി എന്നെ പറഞ്ഞു വിട്ടിരിക്കുന്നു, അങ്ങയുടെ ആയുസ് തീരാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അങ്ങയുടെ ആയുസ്സിന് ദിവസങ്ങൾ മാത്രം. ഭീമസേനൻ വല്ലാത്ത ഒരവസ്ഥയിലായി. ഭീമസേനൻ പറഞ്ഞു, നീ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയ്, എന്നെ ആര് വധിക്കാൻ? അങ്ങനെയല്ല, അങ്ങയെ വധിക്കാൻ വേണ്ടി ഗംഗയുടെ അപ്പുറത്ത് അസാധാരണനായ അഘോര മന്ത്രവാദി ധ്യാനം തുടങ്ങിയിരിക്കുന്നു. കൗരവരുടെ നേതൃത്വത്തിലാണിത് നടക്കുന്നത്. എത്രയും പെട്ടെന്ന് അവിടെ ചെന്നേ പറ്റൂ. അങ്ങനെ ചെന്നില്ലെങ്കിൽ അങ്ങയുടെ ജീവൻ അപകടത്തിലാണ്. അപ്പൊ ഇത് രാധയ്ക്ക് എങ്ങനെ അറിയാം? അപ്പോൾ പറഞ്ഞു, അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ സമയമില്ല. നമുക്കൊരു മിനിറ്റ് പോലും പാഴാക്കാനായിട്ടില്ല. നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും അങ്ങയുടെ ജീവൻ ആപത്താണ്. ആ അഘോര മന്ത്രവാദി അപകടകാരിയാണ്. അയാള് കാളി ഉപാസകനാണ്. അയാൾ വിചാരിച്ചാൽ നിഷ്പ്രയാസം ഒരാളെ വധിക്കാൻ സാധിക്കും. ഇത് സത്യമാണ്. രാധാറാണിയാണ് പറഞ്ഞിരിക്കുന്നത്, എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരണം. അപ്പൊ ഭീമസേനൻ ചോദിച്ചു, നിനക്ക് വഴിയറിയാമോ? പറഞ്ഞു, എല്ലാം രാധാജി പറഞ്ഞു തന്നിട്ടുണ്ട്, എൻ്റെ കൂടെ വരൂ. അവര് ഗംഗയുടെ തീരത്തുകൂടി കുറേ നടന്നിട്ട് ഗംഗാ നദിയുടെ അടുത്ത് തന്നെ ചെറിയ വള്ളങ്ങൾ ഉണ്ടായിരുന്നു. അവരതിലൊരു വള്ളം എടുത്തു. ആ വള്ളം തുഴഞ്ഞ് ഗംഗാ നദിയുടെ അക്കരെ അവരെത്തി. അപ്പൊ ഒരു നിബിഡമായ വനം, കൊടും വനം, അവിടെ എവിടെയോ ഒരു വിളക്ക് കത്തുന്നത് പോലെ. അപ്പോൾ രാധാറാണിയുടെ ദൂതൻ പറഞ്ഞു, നോക്കൂ വൃഗോദര രാജാവേ, ആ വെളിച്ചം കാണുന്ന സ്ഥലത്താണ് അങ്ങയെ വധിക്കാനുള്ള ദുർമന്ത്രവാദത്തിന്റെ ഹോമകുണ്ഡം ഒരുക്കിയിരിക്കുന്നത്. ആ ഹോമകുണ്ഡത്തിന്റെ വെളിച്ചമാണ് ആ കാണുന്നത്. നമുക്ക് ആ വെളിച്ചം ലക്ഷ്യമാക്കി നീങ്ങാം. ആ ഇരുട്ടത്ത് നിബിഡ വനത്തിലൂടെ, ഘോര മൃഗങ്ങൾ നിറഞ്ഞ വനത്തിലൂടെ, ജന്തുക്കൾ നിറഞ്ഞ വനത്തിലൂടെ ഭീമസേനനും രാധാറാണിയുടെ ദൂതനും കൂടെ പോവുകയാണ്. അപ്പോൾ രാധാറാണിയുടെ ദൂതൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവിടെ എത്തുന്നത് വരെ വന്യമൃഗങ്ങളോ ഇഴജന്തുക്കളോ നമ്മളെ ഒന്നും ചെയ്യുകയില്ല എന്ന് ഞങ്ങളുടെ രാജ്ഞി രാധാ മഹാറാണി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് നാലുപാടും ഇങ്ങനെ നോക്കാതെ എത്രയും പെട്ടെന്ന് അവിടെ എത്താനായിട്ട് വന്നുള്ളൂ. അപ്പോഴേക്കും ഭീമന്റെ മനസ്സിൽ 1000 ചോദ്യങ്ങൾ ഉയർന്നു വന്നു. ഈ രാധയ്ക്ക് എങ്ങനെ അറിയാം? ഈ രാധ വിചാരിച്ചാൽ എങ്ങനെയാണ് ഈ മൃഗങ്ങളെയൊക്കെ നിലയ്ക്ക് നിർത്തുന്നത്? ഭീമസേനൻ നിഷ്കളങ്കനാണ്, ഒരു പിടിയും കിട്ടുന്നില്ല. അവസാനം സഹികെട്ട അയാൾ ചോദിച്ചു, അല്ല, ഞാൻ ഒന്നും കൂടെ ചോദിക്കട്ടെ, ഈ ഗംഗാ നദിക്ക് അപ്പുറം കിടക്കുന്ന ഈ അതിഭയങ്കരമായ ഹോമകുണ്ഡത്തെ കുറിച്ച് ഈ വൃന്ദാവനത്തിൽ ഇരിക്കുന്ന രാധയ്ക്ക് എങ്ങനെ അറിയാം? ഇത് തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്? അപ്പോൾ വന്ന രാധാറാണിയുടെ ദൂതൻ പറഞ്ഞു, വായടക്കൂ വൃഗോദര രാജാവേ, ഇപ്പോൾ അത്തരം കാര്യങ്ങൾ സംസാരിക്കാനുള്ളതല്ല. കാര്യം നേടിയതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ അവര് നടന്നു വന്നപ്പോ കാണാം, അവര് ഒരു വലിയ ഹോമകുണ്ഡം ഇങ്ങനെ ഒതുക്കുകയാണ്. അതായത് അടുത്ത പൗർണമിക്ക് മുമ്പ് ഭീമസേനനെ കൊല്ലാനുള്ളത്. അവിടെ ഇരിക്കുന്ന ആള്, ആ മന്ത്രവാദി കരാള ഭയങ്കരിയായ ദുർഗയുടെ ഭക്തനാണ്. ആ ദുർമന്ത്രവാദി എന്ന് പറയുന്നത് അയാൾ ത്രികാല ജ്ഞാനിയാണ്. ദുർമന്ത്രവാദത്തിൽ അതീവ വിദഗ്ധനാണ്. ദുർമന്ത്രവാദം നടത്തി ആളുകളെ വധിക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്. അന്നേരം പറഞ്ഞു, നോക്കൂ, രാധാറാണി പറഞ്ഞു, പൗർണമിക്ക് മുമ്പ് അങ്ങയെ വധിക്കാൻ വേണ്ടിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ കുടിലിന്റെ പിന്നിലേക്ക് ചെല്ലണം, കുടിലിന്റെ പിന്നിലൂടെ വേണം ഇതൊക്കെ കാണാൻ എന്ന് രാധാറാണി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭീമസേനന് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. അല്ലെ, വൃന്ദാവനത്തിൽ ഇരിക്കുന്ന രാധയ്ക്ക് ഇവിടെ കുടിലുണ്ടെന്ന് എങ്ങനെ അറിയാം? അപ്പോൾ രാധാറാണിയുടെ ദൂതൻ അല്പം ഈർഷ്യയോടുകൂടി പറഞ്ഞു, സ്വന്തം ജീവൻ അപകടത്തിലാകാൻ പോവുകയാണ്.
ആ സമയത്താണോ ഇതറിയേണ്ടത്? വൃകോദര രാജാവേ, അതൊക്കെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തരാം. ഇപ്പം എൻ്റെ രാധാറാണിയെ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അനുസരിക്കുക. അങ്ങനെ അവര് എവിടെ എത്തി? ആ കുടിലിന്റെ പുറകുവശത്തേക്ക് എത്തി. അപ്പൊ അവിടെ ഒരു മൺതട്ടിൽ ഒരു വേദി ഒരുക്കി, ഒരു സ്റ്റേജ് ഒരുക്കി. അതിൻ്റെ പുറത്താണ് ഈ ഹോമകുണ്ഡം. ഹോമകുണ്ഡത്തിൽ അഗ്നി അങ്ങനെ എരിയുകയാണ്. പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു കുടിലിന്റെ മുന്നിലാണ് ഈ ഹോമവേദി ഇങ്ങനെ ഇരിക്കുന്നത്. ഈ കുടിലിന്റെ പിന്നിലാണ് ഇവര് നിൽക്കുന്നത്. ഹോമകുണ്ഡത്തിനെതിരായിട്ട് ആരിയ്ക്കുകയാണ്? ആ അഘോര മന്ത്രവാദി ഇങ്ങനെ ഇരിക്കുകയാണ്. അയാളുടെ ശരീരമാസകലം രോമങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കണ്ടാൽ ഒരു ആൾക്കുരങ്ങിനെ പോലെ ഇരിക്കുകയാണ്. അയാളൊരു മധ്യവയസ്കനാണ്. കണ്ണുകൾ ഇങ്ങനെ ചുവന്ന് തുടുത്തു നിൽക്കുകയാണ്. ചുമന്ന കണ്ണുകളാണ്. കവിളില് മുഴുവനും ചുവന്ന ചായം പൂശിയിരിക്കുന്നു. പരിപൂർണ നഗ്നനാണ് ആ മന്ത്രവാദി. അയാളുടെ ദേഹം മുഴുവനും ഭസ്മം പൂശിയിരിക്കുന്നു. ഭയങ്കരമായ ഒരു രൂപം. അതിൻ്റെ അടുത്ത് ചെമ്പ് പാത്രത്തില് ഏതോ ഒരു മാന്ത്രിക മിശ്രിതം അങ്ങനെ കിടന്ന് തിളച്ചു മറിയുകയാണ്. മന്ത്രവാദിയുടെ വലതുവശത്ത് 2 പേരിരിക്കുന്നു. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, അത് ആരാണ് 2 പേര്? അപ്പോൾ പറഞ്ഞു, അങ്ങ് സൂക്ഷിച്ചു നോക്കൂ, അങ്ങേക്ക് അറിയാൻ പറ്റും. അപ്പൊ ഭീമസേനൻ എന്ത് ചെയ്തു? ആ കുടിലിന്റെ പിന്നിലെ വാതിലിലൂടെ വളരെ സൂക്ഷ്മമായി നോക്കി. ആ ഇരിക്കുന്ന ആളുകളെ കണ്ട് ഭീമസേനൻ ഞെട്ടിപ്പോയി. അത് മറ്റാരുമല്ല, ഒന്ന് ദുശാസനൻ. രണ്ടാമതായിട്ടിരിക്കുന്നത് സാക്ഷാൽ ശകുനിയാണ് ഇരിക്കേണ്ടത്. ശകുനിയാണ് തൊട്ടടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ മയക്കി കിടത്തിയിരിക്കുന്നു. അപ്പൊ ഭീമസേനൻ അടുത്ത് നിൽക്കുന്ന രാധാറാണി അയച്ച ദൂതനോട് ചോദിച്ചു, ഈ കുഞ്ഞ് ആരുടേതാണ്? ഈ കുഞ്ഞിനെ എന്തിനാണ് മയക്കി കിടത്തിയിരിക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കറിയില്ല. അഘോര മന്ത്രവാദികളുടെ ചെയ്തികൾ നമ്മുടെ വിചാരങ്ങൾക്കും അപ്പുറമാണ്. ആ കുഞ്ഞിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം കാണും. അതുകൊണ്ടായിരിക്കും അവർ കുഞ്ഞിനെ മയക്കി കിടത്തിയിരിക്കുന്നത്. എന്നിട്ട് ആ അഘോര മന്ത്രവാദിയുടെ ഒരു വശത്ത് കാളി വിഗ്രഹമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ശിവലിംഗമുണ്ട്. എന്നിട്ട് ഇദ്ദേഹം എന്തു ചെയ്തു? കുങ്കുമം കൊണ്ട് അവിടെ കളം വരയ്ക്കുകയാണ്. കുങ്കുമം കൊണ്ട് 3 കളങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചു. 3 രൂപങ്ങൾ ഇങ്ങനെ വരച്ചു വെച്ചു. വരച്ചു വെച്ചതിന് ശേഷം ആ ദുർമന്ത്രവാദി ദുശാസനോടും ശകുനിയോടുമായി ചോദിച്ചു, ആദ്യം മരിക്കേണ്ട പ്രധാനപ്പെട്ട ശത്രു ആരാണ്? പറയൂ, എന്താണ് അയാളുടെ ലക്ഷണം? ആരെയാണ് നിങ്ങൾക്ക് ആദ്യം വധിക്കാൻ ആഗ്രഹം? അപ്പോൾ നമ്മുടെ ദുശാസനൻ വിക്കി പറഞ്ഞു, ആദ്യ ശത്രു ഒരു വൃദ്ധനാണ്. അസാധാരണമായ ആരോഗ്യമുള്ള ശരീരമാണ്. നരച്ച മുടിയും താടിയുമാണുള്ളത്. എന്താണ് അയാളുടെ നാമധേയം? അപ്പോൾ ദുശാസനൻ വിക്കി പറഞ്ഞു, ഭീഷ്മർ. ഞെട്ടിപ്പോയി ഭീമസേനൻ രാധാറാണിയുടെ ദൂതന്റെ അടുത്ത് പറഞ്ഞു, എന്ത്? ഭീഷ്മ പിതാമകനോ? ഭീഷ്മ പിതാമകനെ കൊല്ലാനാണോ ഇവന്മാര് വന്നിരിക്കുന്നത്? മഹാപാപികളാണല്ലോ. അപ്പോൾ ഉടനെ അയാൾ ചോദിച്ചു, അതെ, ഈ ഭീഷ്മരുടെ ശരീരവുമായി സമ്പർക്കമുള്ള എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടോ? അപ്പോൾ ഉടനെ ദുശാസനൻ പറഞ്ഞു, ഉണ്ട് ഗുരു, അദ്ദേഹത്തിന്റെ ഒരു താടി രോമമുണ്ട്. ആ താടി രോമം ഇഞ്ഞെടുക്കൂ. അയാൾ ആ താടി രോമം എടുത്ത് ദുർമന്ത്രവാദിയുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ ഭീമസേനൻ രാധാദൂതന്റെ ചെവിയിൽ അടക്കി ചോദിച്ചു, ഈ താടി രോമം ഇവൻ എങ്ങനെ ഒപ്പിച്ചു? അപ്പൊ രാധാറാണിയുടെ ദൂതൻ പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ഇയാള് ആ രോമമെടുത്ത് കുങ്കുമം കൊണ്ട് 3 കളം വരച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ കളത്തിൽ ആ താടി രോമം വെച്ചു.
അതിനുശേഷം ഇയാൾ കുറെ മന്ത്രങ്ങൾ ചൊല്ലി. എന്നിട്ട് ശൂലമെടുത്തു. ശൂലമെടുത്ത ആ താടിരോമത്തിൽ ആഞ്ഞു കുത്തിയതിനു ശേഷം ചോദിച്ചു, ഇനി രണ്ടാമതായി മരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാരാണ്? അപ്പോൾ പറഞ്ഞു, അത് വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ്, നല്ല കറുത്തിട്ടാണ്, പക്ഷേ വളരെ ആകർഷകമായ ശരീരമാണ്, അസാമാന്യമായ ബുദ്ധിശക്തിയുള്ളവരാണ്. എന്താണ് അയാളുടെ നാമധേയം? അയാളുടെ നാമധേയം വാസുദേവ കൃഷ്ണൻ എന്നാണ്. വാസുദേവ കൃഷ്ണനോ? അയാളുടെ ദേഹത്തുള്ള എന്തെങ്കിലും ഉണ്ടോ? അയാൾ ഇന്നലെ ധരിച്ച വനമാലയിലെ ഒരു പൂവ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രാധാറാണിയുടെ ദൂതൻ പറഞ്ഞു, ദുഷ്ടൻ ദുഷ്ടൻ. എന്ത്? ശ്രീകൃഷ്ണനെ വധിക്കാനാണോ വന്നിരിക്കുന്നത്? ഇത് ഞങ്ങളുടെ രാജ്ഞി മനസ്സിലാക്കി. ഞങ്ങളുടെ രാജ്ഞി അപ്പോൾ എന്തിനാണ് അങ്ങേ ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. വൃഗോദര രാജാവേ, കൃഷ്ണനും കൂടെ ആപത്തിൽപ്പെടുന്നു. അത് കണ്ടിട്ടാണ് രാധാറാണി വൃഗോദര മഹാരാജാവിനെയും കൂട്ടി ഇവിടെ വരാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭീമസേനൻ ചോദിച്ചു, അപ്പൊ എന്റെ ജീവൻ ആപത്തില്ലേ? ഈ കൃഷ്ണന്റെ ജീവന്റെ ആപത്ത് കണ്ടിട്ടാണോ രാധാറാണി പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, ക്ഷമിക്കൂ, ഇനി ഒരാളും കൂടെ ഉണ്ടല്ലോ, നമുക്ക് ഇയാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പൊ അയാള് വസുദേവ കൃഷ്ണന്റെ വനമാലയിലെ പൂവെടുത്തു. ആ പൂവെടുത്തിട്ട് എന്ത് ചെയ്തു? ആ കുങ്കുമത്തിന്റെ വണ്ട് വരച്ച രണ്ടാമത്തെ രൂപത്തിന്റെ പുറത്ത് വെച്ചു. അതിനുശേഷം ഇയാൾ ശൂലമെടുത്തു. ഓം കാളി കരിം കാളി മഹാകാളി. അതിനുശേഷം ചില മന്ത്രങ്ങൾ ചൊല്ലിയതിനു ശേഷം ഈ ശൂലമെടുത്ത് കൃഷ്ണന്റെ വനമാലയിൽ നിന്ന പൂവിനകത്ത് ആഞ്ഞു കുത്തി. എന്നിട്ട് ചോദിച്ചു, ഇനി നിങ്ങളുടെ മൂന്നാമത്തെ ശത്രു ആരാണ്? ഭീമസേനൻ ഉത്കണ്ഠയോടെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ മൂന്നാമത്തെ ശത്രു അതീവ ബലവാനാണ്, പർവ്വത തുല്യമായ ശരീരമാണ് അവനുള്ളത്. അവൻ ഞങ്ങളുടെ വലിയ ശത്രുവാണ്. അവനെ എങ്ങനെയും കൊന്നുതരണം. എന്താണ് അവന്റെ പേര്? അവന്റെ പേര് ഭീമസേനൻ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ഭീമസേനൻ നടുങ്ങിപ്പോയി. അപ്പോൾ രാധാറാണിയുടെ ദൂതൻ പറഞ്ഞു, മനസ്സിലായില്ലേ? നിങ്ങളെ വധിക്കാനുമുണ്ട് ഉദ്ദേശം. അതിൻ്റെ കൂട്ടത്തിൽ കൃഷ്ണനുമുണ്ട്. ആ കൃഷ്ണനും കൂടെ ഉള്ളത് കൊണ്ടാണ് രാധാറാണി എന്നെ പറഞ്ഞയച്ചത്. അതെനിക്ക് പോലും ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. വൃഗോദര രാജാവേ, ഈ ആപത്തിൽ നിന്ന് കൃഷ്ണനെ രക്ഷിക്കാൻ വൃഗോദര രാജാവിൻ്റെയും കൂടെ സഹായം ആവശ്യമുണ്ട്. കൃഷ്ണൻ പോലും അറിയാതെ കൃഷ്ണന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് രാധാറാണി ഇവിടെ നിങ്ങളെ വിട്ടിരിക്കുന്നത്. ഒപ്പം നിങ്ങളുടെ ജീവനും അപകടത്തിലാണ്. അപ്പോൾ ചോദിച്ചു, ഈ ഭീമസേനയിൽ നിന്റെ വകയായി എന്താ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു, ഈ ഭീമസേനൻ ഇന്നലെ കഴിച്ച അത്താഴമുണ്ടല്ലോ, അതിനകത്ത് ഒരു വറ്റ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എടുക്കൂ ആ വറ്റ്. ആ വറ്റെടുത്തു. അത് ആ കുങ്കുമം വരച്ചതിനകത്ത് വെച്ചു. അതിനുശേഷം മന്ത്രം ചൊല്ലി, ഓം കാളി കരിം കാളി. അതിനുശേഷം അതിശക്തമായ മന്ത്രം ചൊല്ലി. എന്നിട്ട് ആ വറ്റിനകത്തേക്ക് ആഞ്ഞു കുത്തി കഴിഞ്ഞപ്പോൾ ഭീമസേനന്റെ കണ്ണിലെ കൃഷ്ണമണികള് പുറത്തേക്ക് തള്ളി വരുന്നതായി ഭീമസേനന് തോന്നി. അതേ, ഉത്കണ്ഠാകുലമായ നിമിഷങ്ങളാണ്. അത്യധികമായ കാളി ഉപാസകനാണ്. കാളിയെ തൻ്റെ മുമ്പിൽ വരുത്താൻ കഴിവുള്ളവനാണ്.
കാളിയെ തൻ്റെ മുന്നിൽ വരുത്താൻ കഴിവുള്ളവനാണ്. 3 പേരുടെ വധമാണ്. ഭീമസേനൻ കണ്ണ് തള്ളി നിൽക്കുകയാണ്. ഇവിടെ ഒരു രാധാറാണിയുടെ ഇടപെടലുണ്ടാകും. എന്തായിരിക്കും അത്? ഓരോ രോമങ്ങളും എഴുന്നു നിൽക്കുന്ന അടുത്ത ഭാഗം അടുത്ത ചൊവ്വാഴ്ച രാധാറാണി അനുവദിച്ചാൽ ഞാൻ വരും. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.